അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. നമ്മളിന്ന് മക്കയിൽ നിന്ന് തായിഫിലോട്ടാണ് കേട്ടോ യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലോട്ട് വലിയൊരു പാറക്കല്ല് ഉരുട്ടിയിടാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങടാ പോകുന്നതെന്നുള്ളത് പറഞ്ഞു കൊടുത്തവരുടെ വീടും ജബൽ സൗറാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ വലിയൊരു പർവ്വതം ജബൽ സൗറാണ്. അപ്പോൾ സൗർ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മലയിലാണ്. ഇപ്പം നമ്മൾ മക്കയിൽ നിന്ന് തായിഫിലോട്ട് പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു ജബൽ സൗർ കണ്ടത്. മക്കയിൽ നിന്ന് തായിഫിലോട്ട് ഏകദേശം 1 മണിക്കൂർ യാത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ മക്കയിൽ നിന്ന് തായിഫിലോട്ട് പോകുന്ന റോഡിനാണ് മസ്ജിദുൽ ഹറമിലെ ഇമാം ഷെയ്ഖ് സുദൈസ്. എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അത്രയും ഖുർആൻ പാരായണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ഫീലായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പാലസ് പോലെയുള്ള ആ ഒരു വീടാണ് കേട്ടോ അവരുടേത്. അപ്പോൾ ഈ ഒരു വീടാണ് അറിയുന്നുണ്ടാവും. മക്കയിലുള്ള ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വേനൽക്കാലങ്ങളിൽ സൗദി അറേബ്യയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തായിഫ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 5600 അടി ഉയരത്തിലാണ്. ഈ ഒരു ചുരവും ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ സംഭവത്തിൽ. മക്ക പ്രവിശ്യയിൽപ്പെട്ട സ്ഥലം തന്നെയാണ് തായിഫ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ നല്ലൊരു ക്ലൈമറ്റാണ്. ഏത് ചൂടുകാലത്ത് ചെന്ന് കഴിഞ്ഞാലും നല്ലൊരു ക്ലൈമറ്റാണ്. ഈ ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടും ഈ ഒരു സ്ഥലം ഫേമസ് ആണ്. ഈ ഒരു ചുരത്തിൽ നിന്ന് നമുക്ക് കേബിൾ കാർ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് എൻഡ് വരെയും അങ്ങനെ കേബിൾ കാർ ഉണ്ട്. കാണുമ്പോൾ ഒക്കെ നല്ല രസമാണ്. സത്യം പറഞ്ഞാൽ കയറാൻ ഭയങ്കര പേടിയാണ്. എല്ലാ വർഷം പോകുമ്പോഴും ഒക്കെ കുട്ടികളൊക്കെ പറയും ഇങ്ങനെ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നൊക്കെ പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ പേടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അത്രയും വലിയൊരു അഡ്വഞ്ചറായിട്ടുള്ള സംഭവമൊന്നും ചെയ്യാനുള്ള ധൈര്യമില്ല. അപ്പോൾ പിന്നെ ഇതിങ്ങനെ കാണാനേ പറ്റുള്ളൂ. ഈ ഒരു ചുരം അറിയപ്പെടുന്നത് അൽഹദ ചുരം എന്നാണ്. അതുപോലെ തന്നെ സറവാത്ത് പർവ്വതനിരകളിലാണ് കേട്ടോ ഈ ഒരു ചുരം ഉള്ളത്. തായിഫും മക്കയും തമ്മിലുള്ള ആ ഒരു സിറ്റികൾ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ ഒരു ചുരമാണ്. അതുപോലെ തന്നെ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ റോസ്. അതുപോലെ തന്നെ തേനും മുന്തിരിയൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാർഷിക മേഖല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ചുരമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. സത്യം പറഞ്ഞാൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ഈ ഒരു ചുരത്തിൻ്റെ മുകൾ ഭാഗത്തിലോട്ട് എത്താനായിട്ടോ. നിങ്ങൾക്കുണ്ടാവും ഈ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചുരത്തിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ കേട്ടോ ചെവി നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടാവും. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് മാറി പോകുമ്പോഴൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് ആ ചെവി അടഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ആ ഒരു ഫീല് നല്ല ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം ഉയരങ്ങൾ നമ്മൾ ഈ ഒരു തായിഫ് ചുരത്തിലൂടെ പോകാനുമുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ തായിഫിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് പോകുന്നത് ചരിത്ര പ്രാധാന്യമുള്ള കുറച്ച് സ്ഥലങ്ങളിലൂടെയാണ് ആദ്യം നമ്മൾ കാണിക്കുന്നത് വീഡിയോയിൽ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് നമ്മൾ എല്ലാ പ്രാവശ്യവും കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ തായിഫ് എന്ന് പറഞ്ഞാൽ ഒരു പച്ചപ്പ് പിടിച്ചൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റും ഏത് സമയമാണെങ്കിലും ഒരു തണുത്ത ക്ലൈമറ്റാണ് കേട്ടോ. ചൂടധികം ഉണ്ടാവാത്തൊരു സ്ഥലമാണ് തായിഫ്. അപ്പോൾ ഇതാ ഇവിടെയാണ് അടിമ കച്ചവടങ്ങൾ നടന്നിട്ടുള്ളതും മനുഷ്യരെ കൊണ്ടുപോയി വിറ്റിരുന്ന ചന്ത, അതൊക്കെ അടിമകൾ ജോലി ചെയ്തിരുന്ന സ്ഥലം, അടിമകളെ കൊണ്ട് ജോലി എടുപ്പിച്ചിരുന്ന കാര്യങ്ങൾ, അതൊക്കെയാണ് കേട്ടോ ഈ തായിഫിലുള്ള ഒരു സംഭവങ്ങൾ. ഇങ്ങനെ ഇവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിൽ ഓടി വരും കേട്ടോ. അപ്പോൾ ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത അനുയായിയും ബന്ധുവായിരുന്നു, പിതൃ സഹോദരനായിരുന്നു അബ്ദുള്ള ഇബ്നു അബ്ബാസ്. അദ്ദേഹം ഖുർആൻ വ്യാഖ്യാനത്തിലും നബിചര്യയിലും ഉണ്ടായിരുന്ന പാണ്ഡിത്യം അദ്ദേഹത്തെ നബിയുടെ മറ്റ് അനുയായികൾക്കിടയിൽ ശ്രദ്ധേയനാക്കിയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മളെ വീഡിയോയിൽ കണ്ടിരുന്ന ഒരു കവാടമുണ്ടല്ലോ, ബാബ് ഇബ്നു അബ്ദുള്ള ഇബ്നു അബ്ബാസ്. അപ്പോൾ അതിൻ്റെ കവാടത്തിന് ശേഷമുള്ള ഒരു പള്ളിയാണ് കേട്ടോ. പള്ളിയും ലൈബ്രറിയും ഒക്കെ ഒന്നിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ മക്ബറയുമുണ്ട്. ഈ ഒരു പള്ളിയുടെ ചുറ്റിലുമാണ് കേട്ടോ ഇപ്പോൾ തേനാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, എല്ലാ ഫ്രഷ് ഫ്രൂട്ട്സ് പോലെ തന്നെ കേട്ടോ. ഇവിടെ കുറച്ച് കച്ചവടക്കാരൊക്കെ ആയിട്ട് ഇതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ ഒരു കാണുന്നത്. വരുന്ന ഭാഗത്ത് തന്നെ
മെൻസിൻ്റെ ടോയ്ലറ്റും അതുപോലെ തന്നെ ഇതൊരു ലൈബ്രറിയാണ് കാണുന്നത്, മക്തബ് അബ്ദുള്ള ബിൻ അബ്ബാസ്. അതിനുശേഷം ആ ലൈബ്രറിൻ്റെ ശേഷമാണ് ഈ ഒരു ഭാഗം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും. ഈ ഒരു റെഡ് ഇത് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗത്ത് ഒരുപാട് പേര് നിന്ന് ദുആ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കള ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ മക്ബറ ഉള്ളത്. ആ ഒരു ഭാഗത്ത് ഒരുപാട് പേര് ദുആ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. ഇവിടെ സ്ത്രീകൾക്ക് അതിനോട് ചാരിയിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലം. ഈ ഒരു കവാടം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം. അപ്പം ഞാൻ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു പള്ളി കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആണ് കേട്ടോ ഉള്ളത്. ഈ ഒരു സ്പേസിൻ്റെ ആ ഒരു ഭാഗത്തും നമ്മൾ ഈ കയറി വരുന്ന ഈ ഒരു ഭാഗത്തുമാണ് കേട്ടോ ഈ പള്ളി. അത്യാവശ്യം ഏരിയ ഉണ്ട് കേട്ടോ ഈ ഒരു പള്ളിയിൽ. ഇതാ ഞാനിവിടെ ചെരുപ്പ് ഊരി വെച്ചതിന് ശേഷം ഇതാ നമ്മൾ ഈ പള്ളിയിലോട്ട് ഒരു പ്രത്യേക ഒരു മാറ്റം തന്നെയാണ് കേട്ടോ. കാരണം ഒരുപാട് ഫില്ലറുകൾ നിറഞ്ഞിട്ടുള്ളൊരു പള്ളിയാണ് കേട്ടോ. അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇതാ ഓരോ ഉംറക്കാരും ഇവിടെ ഉണ്ട്, അതായത് പല ഗ്രൂപ്പുകളിലുള്ള ആളുകളും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് അവരുടെ മക്ബറ ഉള്ളത്. ആ ഒരു ഭാഗത്താണ് കേട്ടോ എല്ലാവരും നിന്ന് ദുആ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ നിസ്കരിച്ച് അങ്ങനെ പുറത്തിറങ്ങി. ധനുസുറിച്ചൂസും ഒക്കെ അവിടെ വന്ന് നിന്നിരുന്നു കേട്ടോ എന്നെ വെയിറ്റ് ചെയ്തിട്ട്. അപ്പം ഞാൻ അസ്റ് നിസ്കരിച്ചിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ വന്നിരുന്നത്. യാത്രയുടെ ഇടയിലായിരുന്നു. അപ്പോൾ അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനും പുറത്തിറങ്ങിയത്. അപ്പോൾ ഇതേ ഒരു മക്തബ് ഒരു ലൈബ്രറിയാണ് കേട്ടോ. ഈ ലൈബ്രറിയുടെ അകത്ത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല, അവിടെ അകത്ത് കല്ലിൽ എഴുതി വെച്ച ഖുർആനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഖുർആനുകളുണ്ട്. അതിനുശേഷം നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇതിൻ്റെ ഉൾവശത്തോട്ട് കാണുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അതൊരു മാർക്കറ്റാണ് കേട്ടോ തായിഫിലുള്ള. ഇപ്പം നമ്മൾ പറഞ്ഞ അടിമ കച്ചവടമൊക്കെ നടത്തിയിരുന്നൊരു മാർക്കറ്റിൻ്റെ ആ ഒരു ഭാഗങ്ങളാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിനൊക്കെ ബാക്കിലായിട്ട്. നമ്മൾ ഈ അബ്ദുള്ള ബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ഈ ഒരു പള്ളി കാണുന്നതിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ആ മാർക്കറ്റുള്ളത്. അതിനുശേഷം ഇതാ നമ്മൾ വീഡിയോയിൽ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ ഒരു പാറക്കല്ല് വെച്ചിട്ട് ആ പാറക്കല്ല് ഉന്തി വിടുന്നതും ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ആ ഒരു പാറക്കല്ല് തടഞ്ഞു വെച്ചു എന്ന് പറയുന്ന ആ ഒരു പാറക്കല്ലാണ് കേട്ടോ. അപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു വലിയ കല്ലും അതിന് താഴെ 2 ചെറിയ കല്ലുകളായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇതാ ഈ ഒരു സ്ഥലത്തോട്ട് ഇപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു വഴി ഈ ഒരു മലയുടെ മുകളിലോട്ടുള്ളത്. അപ്പോൾ ഇപ്പം നമുക്കിതിവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നടന്ന് കയറുകയാണ്. അപ്പോൾ ഇവിടെ കണ്ടില്ല കല്ലൊക്കെ അടുക്കി വെച്ചിട്ടൊരു പഴയ ഒരു ഭാഗം. ഇതൊരു വീടായിരുന്നു കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റ കൊടുത്ത ആളെ വീടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ വന്നത് ഒരു ദുഃഖവർഷം എന്ന് പറയപ്പെടുന്ന നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് തായിഫിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വിഷമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റിക്കൊടുത്തിരുന്ന ആളുടെ ഒരു വീടാണ് ആ കാണുന്നത്. ഈ ഒരു ഭാഗത്താണ് പരിക്ക് പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്നിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പള്ളി ഇപ്പോൾ അടച്ചിട്ടാണുള്ളത്. അവിടെ ഒരു ചെറിയ മസ്ജിദാണ് കേട്ടോ, മസ്ജിദുൻ നബി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് ഇതാ നമ്മൾ ഈ ഒരു പാറയുടെ മുകളിലോട്ട് കയറി വരികയാണ്. നമുക്ക് ആ ഒരു പാറയുടെ അടുത്തെത്താൻ പറ്റില്ല, എന്നാൽ പോലും നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ഇത്ര ആളുകളൊക്കെ ഇറങ്ങി കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇതാ ഇവിടുന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു ക്ലൈമറ്റും അതുപോലെ തന്നെ കാർഷിക മേഖലയിലാണ് തായ്ഫ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മലയുടെ മുകളിൽ നോക്കിയാൽ നമുക്ക് അതൊക്കെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു മല ആയാൽ മതി, അവിടെ കയറിയാൽ മതി എന്നുള്ള ലെവലിൽ അവിടെയൊക്കെ പൊത്തി പിടിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കല്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിറിച്ചു ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരു കല്ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിലോട്ട് ശത്രുക്കൾ ഉന്തി വിടാൻ വന്നിരുന്ന വലിയ പാറക്കല്ലാണ് കേട്ടോ. ആ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഉള്ളത് കാണുന്നത്. ആദ്യമൊക്കെ നമ്മൾ റോഡിൽ നിന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു പാറക്കല്ല് കണ്ടിരുന്നത്. അപ്പോൾ അതേ ഏകദേശം ഞങ്ങൾ ഇത്രയും ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇവിടെ കണ്ടില്ല അത്യാവശ്യം പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ. ഞാൻ തായ്ഫിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു മലയുടെ മുകളിലൊക്കെ കയറിയത് ആദ്യമായിട്ടാണ്. ഒരുപാട് ഉംറക്കാരും സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു പള്ളി കാണുന്നുണ്ടല്ലേ, ആ ഒരു ചെറിയൊരു മിനാരം പോലെ തോന്നുന്നില്ലേ, ആ ഭാഗത്തോട്ടാണ് നമ്മൾ ഇനി അടുത്തത് പോകുന്നത്. അപ്പോൾ ഇതാ എല്ലാവരും ഈ ഒരു മലയിലൊക്കെ കയറുന്നുണ്ട്. അതുപോലെ തന്നെ തായ്ഫിലല്ല, സൗദി അറേബ്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കള്ളിമൂലി ചെടിയാണ് കേട്ടോ. അതിലൊക്കെ ഒരുപാട് പേര് അവരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴും ആ ഒരു പഴയ ഒരു കാലഘട്ടത്തിലുള്ള വീട് പോലെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും ആ ഒരു ഭാഗമൊക്കെ ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു പോലീസുകാരനും ഉണ്ട് കേട്ടോ, കാരണം മെയിൻ റോഡാണ്, അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ട് നേരെ ഈ ഒരു ഭാഗത്തോട്ട്, ആദ്യമൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മാത്രമേ കണ്ടിരുന്നുള്ളൂ കേട്ടോ ഈ ഒരു സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു മസ്ജിദ് അൽക്കാവ് എന്നുള്ള ഈ ഒരു ഭാഗത്താണ്, ഈ ഒരു പള്ളീൻ്റെ ഭാഗത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിക്ക് പറ്റിയിരുന്നതും അവിടെ നിന്ന് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒറ്റിക്കൊടുത്ത ആളുടെ വീടാണ് ഇപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ടത്. ആ ഒരു ഭാഗത്തു നിന്ന് ഇവിടുന്ന് ശത്രുക്കൾ അണിനിരഞ്ഞിട്ട് ഈ ഒരു പാറക്കല്ല് ഉരുട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുകളിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നിന്നതും ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ആ ഒരു പാറക്കല്ലിൽ 2 സ്റ്റോൺ വെച്ച് 2 കല്ലുകൾ വെച്ചിട്ട് ആ ഒരു പാറക്കല്ല് തടഞ്ഞു നിർത്തിയെന്നാണ് അറിയുന്നത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് നേരെ മസ്ജിദ് അദ്ദാസ് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഇതൊക്കെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ഫാമാണ് കേട്ടുള്ളത്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തായിഫിൽ നിന്ന് എല്ലാവരും ഉപദ്രവിച്ചിട്ട് ഒരു തോട്ടത്തിൽ പോയിരുന്നിട്ടുള്ളത്. അപ്പോൾ നൈനിവ നിവാസിയായ ഒരു ക്രിസ്ത്യനായിരുന്നു അവിടുത്തെ തോട്ടത്തിലുണ്ടായിരുന്നത്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്തിരി കൊടുത്തിട്ടുണ്ട്. മുന്തിരിത്തോട്ടമായിരുന്നു അന്ന് ഇവിടെ. അപ്പോൾ ആ ഒരു തോട്ടത്തിൽ മുന്തിരി കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ അവർ അത് ചോദിച്ചു. അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് തായ്ഫിലെ മസ്ജിദ് അദ്ദാസ്. ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞതും ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് അദ്ദേഹം, അതായത് അദ്ദാസ് എന്ന് പറയുന്ന ആൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറയുന്നതും ഇവിടെ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇങ്ങനെ അത്തിപ്പഴം, മുന്തിരി, ഫ്രൂട്ട്സ്, നമ്മളെ അടക്കാപ്പഴം, അങ്ങനെ ഒരുവിധ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പം ഞങ്ങളവിടെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ തോട്ടമൊക്കെ ഉണ്ടോ നോക്കിയപ്പോൾ കോളിഫ്ലവർ നിൽക്കുന്ന കണ്ടു. പിന്നെ ജസ്റ്റ് അവിടെ ഇപ്പോൾ മുന്തിരി തോട്ടങ്ങളും കാര്യങ്ങളും ഇല്ല. പിന്നെ ഈ ഒരു ഇത് നിൽക്കുന്നത് അത്തിപ്പഴത്തിൻ്റെ ഒരു മരവും കണ്ടു കേട്ടോ. അപ്പോൾ മുന്തിരി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് കഴുകാനൊരു ഭാഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കവറിൽ വെള്ളമാക്കിയിട്ട് കഴുകുന്നതാണ് കേട്ടോ കാണുന്നത്, പിക്കാൻ്റെ ഐഡിയ വെച്ചിട്ട്. കാരണം ആ സമയത്ത് അവിടെ വെച്ചിട്ട് നമുക്ക് വെള്ളമില്ല കയ്യിൽ, എടുത്തിരുന്നില്ല. അപ്പോൾ പിന്നെ അത്തിപ്പഴം വാങ്ങിച്ചിരുന്നു കേട്ടോ. ഞാൻ പച്ച അത്തിപ്പഴം കഴിച്ചിട്ടില്ല. ഡ്രൈ ഫ്രൂട്ട് ഓക്കെ, മറ്റേ സാധാ ഇതേപോലത്തെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് അത്തിപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. ഞാൻ അവിടുന്ന് ശ്രദ്ധിച്ച് നോക്കി, എന്തെങ്കിലും ഒന്ന് കാണണ്ടേ, കാരണം നമ്മൾ മുന്തിരിത്തോട്ടമൊക്കെ പ്രതീക്ഷിച്ച് പോയതല്ലേ. അപ്പോൾ ഇതിൽ നിൽക്കുന്നത് അത്തിപ്പഴത്തിൻ്റെ മരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരുപാട് ഉംറക്കാരൊക്കെ ഇവിടെ ഒരു സിയാറത്ത് സ്ഥലമല്ലേ, അതുകൊണ്ട് ആ സമയത്തും അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. ഈ നേരെ ഇറങ്ങി വരുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മൾ മസ്ജിദ് അലി ഇബ്നു അബി താലിബ് എന്നുള്ള മസ്ജിദ്. ഇവിടെയാണ് ഈ ഒരു തോട്ടത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വന്ന് ഈ ഒരു മസ്ജിദിൻ്റെ ഭാഗത്ത് ഇരുന്നു എന്നും പറയുന്നുണ്ട്. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു ആദ്യമായി ബാങ്ക് കൊടുത്തത് ഇവിടെയാണെന്ന് പറയുന്നുണ്ട്. മിനാരങ്ങളുടെ മാതൃക നോക്കിയിട്ട് ആദ്യമായിട്ട് മിനാരം നിർമ്മിച്ചതും ഈ പള്ളിയാണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. ഇത് ശരിയായിരിക്കാം തെറ്റായിരിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ അബ്ബാസിൻ്റെ തോട്ടം. ഈ ഒരു മസ്ജിദിൽ നേരെ കാണുന്ന ഓപ്പോസിറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇവർ പിന്നെ എവിടെ ഇങ്ങനെ പാറകൾ കണ്ടാലും അതുമ്മ എങ്ങനെ കയറുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മസ്ജിദിൽ ആദ്യം ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതേപോലെ നമ്മളൊരു തവണ ഇതിൻ്റെ ആഗമൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ ഈ ഒരു പാർക്കിലെത്തി. പാർക്കിൽ അത്യാവശ്യം പ്ലേ ഏരിയ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഈ ഒരു പാർക്ക്. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ കാണിക്കുന്നില്ല, എൻ്റെ ചാനലിൽ വീഡിയോ ഇതിൻ്റെ മുന്നേ ഉണ്ട്. അതുപോലെ തന്നെ തായ്ഫ് സൂവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ ഒരു പാർക്കുള്ളത്. അപ്പം നമ്മളിവിടെ വിസിറ്റ് ചെയ്തു. സൂ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാർക്കിൽ 7:30-ക്കും അതുപോലെ തന്നെ 8:30-ക്കും പിന്നെ 9:30-ക്കും ഒരു ഷോ ഉണ്ട്.
വെള്ളത്തിൻ്റെ വാട്ടർ ഷോ ഉണ്ട് കേട്ടോ. അടിപൊളി ഷോ ആണ് കേട്ടോ. അത്യാവശ്യം ടൈമുണ്ട്. ആ ഒരു ഷോ ഒന്നും മിസ്സാക്കരുത്. ഇതിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തായ്ഫിലെ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും മക്കയിൽ നിന്നൊക്കെ നമുക്കൊരു ദിവസം പോയി വരാൻ പറ്റുന്ന കാണാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇത് കണ്ടവർക്ക് വേണ്ടിയെന്നല്ല, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.